ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വേഫർ പേപ്പർ ലേസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നോ കാണിക്കുന്നത്. ഞാനിവിടെ വേഫർ പേപ്പർ വെച്ചിട്ടും റൈസ് പേപ്പർ വെച്ചിട്ടും കോൺഫ്ലോർ വെച്ചിട്ടുമാണ് കാണിക്കുന്നത്. ഇത് വേഫർ പേപ്പറിൻ്റെ പകുതി ഷീറ്റ് എടുത്തിട്ട് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് പേപ്പറും ഒരു പകുതി ഷീറ്റ് എടുത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. വെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ച് നല്ലപോലെ കുതിരാൻ വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. റൈസ് പേപ്പറിന് കുറച്ചും കൂടെ സമയമെടുക്കും. വേഫർ പേപ്പർ പെട്ടെന്ന് നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതൊരു പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഈ 2 പാത്രത്തിലും ഞാൻ 2-3 തുള്ളി വീതം ഫ്ലേവർലെസ്, അതായത് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ കുതിർത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേഫർ പേപ്പറിൻ്റെ സ്ലറിയായി യൂസ് ചെയ്യുന്നത്. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്താലേ നമുക്ക് പെട്ടെന്നത് എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലായിടത്തും ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇപ്പം ഒരു ഉണങ്ങി വരുന്നുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. സൈഡ് ചെറുതായിട്ട് പൊക്കി നോക്കുക. ഇതിപ്പം പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് തിരിച്ച് നമ്മളിടുവാണ്. പെട്ടെന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് മതിയാകും. എടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ലേസാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ റൈസ് പേപ്പർ വെച്ചിട്ടുള്ള പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലേസ് നമുക്ക് കിട്ടും. കുറച്ച് തിൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ലേസ് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ ജെൽ കളർ ആഡ് ചെയ്യുക. വാട്ടർ കളർ ആണെങ്കിലും നിങ്ങൾക്ക് എഡിബിൾ വാട്ടർ കളർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഉണങ്ങി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേഫർ പേപ്പറിനെ വെച്ച് നോക്കുമ്പം റൈസ് പേപ്പറിന് കുറച്ചും കൂടെ ഒരു തിക്നെസ് ഉണ്ട്. അടുത്തത് കോൺഫ്ലോർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറുക്കിയെടുക്കാൻ പോവാണ്. കോൺഫ്ലോർ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പം കട്ടിയായി വരുന്നുണ്ട്. നല്ലൊരു തിക്ക് പേസ്റ്റാണ് കിട്ടിയേക്കുന്നത്. കുറച്ചും കൂടെ ലൂസായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ലേസ് വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് എടുക്കാവുന്നതാണ്. റൈസ് പേപ്പറോ അല്ലെങ്കിൽ വേഫർ പേപ്പറോ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ മെത്തേഡാണ്. അതും നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിതുപോലെ ലേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കട്ട് ചെയ്ത് ഡ്രൈ ആയിട്ട് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ചെറുതീയിൽ വെച്ചേക്കുക. ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതൽ കാണും. അതിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി തിന്നാക്കി കൊടുക്കുക. ഒരു സ്പാറ്റില ഉപയോഗിച്ചൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും. ഇതിപ്പം നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇളക്കി നോക്കിയാൽ അത് പൊങ്ങി വരുന്നത് കാണാം. ഇനി അതൊന്ന് ലൈറ്റായിട്ട് തിരിച്ചിടുക. ഇത് വെച്ചിട്ടാണെങ്കിലും നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലേസ് കിട്ടും. ഈ ലേസുകളിലെല്ലാം കുറച്ചും കൂടെ ഹോൾസ് വേണം, ഒരു ഡിഫറെൻറ്റ് ഷേപ്സ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് ബബിൾസ് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റില വെച്ച് ഓരോ ഭാഗങ്ങൾ മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഹോൾസ് അവിടെ ഫോം ആകും. ഇതിപ്പം നേരത്തെ ചെയ്തതുപോലെ കളർ കൊടുത്തതാണ്. ഇത് റൈസ് പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ ആ പേസ്റ്റ് തിക്കായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഇത് കുറച്ചും കൂടെ കട്ടിയിലിരിക്കുന്നത്. ഇത് കോൺഫ്ലോർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അടുത്തത് കാണിക്കുന്നത് വേഫർ പേപ്പർ വെച്ചിട്ടാണ്. ഇതാണ് ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലേസ്. ഇനി നമുക്കെങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് റോയൽ ഐസിങ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റെൻസിൽ ചെയ്യുന്നതെന്ന്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള റോയൽ ഐസിങ് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇതിങ്ങനെ റിമൂവ് ചെയ്യണം. റോയൽ ഐസിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെറിയതായ രീതിയിൽ 2 ഇതൾ പോലെ കൊടുക്കുകയാണ്. ഇതുപോലൊരു പാലറ്റ് നൈഫിൻ്റെ 2 സൈഡിലും റോയൽ ഐസിങ് എടുക്കുക. ചെറിയൊരു കത്തിയുടെ അറ്റത്താണെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ചെറിയ 2 ഇതൾ കൊടുത്ത് അതിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത്.
ഒരു കണ്ടംപററി ഡിസൈനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെങ്ങനെ നമുക്ക് ഈ ലേസസ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. വെള്ളം മതിയാകും. ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ ഒരു റഫിൾസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കേക്കിലും തേച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് അമർത്തി കൊടുത്താൽ മതിയാകും. കേക്ക് ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ലേസ് ബട്ടർ ക്രീം അല്ലെങ്കിൽ ഗനാഷ് കേക്കിലാണെങ്കിലും യൂസ് ചെയ്യാം. കോൺട്രാസ്റ്റ് കളറിന് വേണ്ടി ഞാനിവിടെ റൈസ് പേപ്പർ സെയിൽസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതിപ്പം മുകളിലും താഴെയും ചെറുതായിട്ട് റൈസ് പേപ്പറും വേഫർ പേപ്പറും ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ റൈസ് പേപ്പർ സെയിൽസും ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഡബിൾ കളറിൽ ചെയ്ത കോൺഫ്ലോറിൻ്റെ ലേസസ് ആണ്. അതും ഇതുപോലെ കേക്കിൽ ഒട്ടിച്ച് വയ്ക്കാം. അങ്ങനെ ഒട്ടിയിരിക്കുന്നില്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടിക്കാം. അല്ലെങ്കിൽ ചെറിയൊരു വയറെടുത്തിട്ട് അത് വെച്ചിട്ടാണെങ്കിലും പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.